രണ്ട് സഹോദരങ്ങൾ. മറവ സൈന്യം ശബരിമല കീഴടക്കുന്നതിന് 15 വർഷങ്ങൾക്ക് മുൻപ് മരുതൻകുടി എന്ന ഗ്രാമം. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഉഴവരുടെ സ്വന്തം നാടാണ് മരുതൻകുടി. വയലുകളും തോട്ടങ്ങളും നിറഞ്ഞ പ്രദേശം. വിശാലമായി കിടക്കുന്ന തങ്ങളുടെ കൃഷിഭൂമിയിൽ വിത്തെറിഞ്ഞ് കനകം കൊയ്തെടുക്കുന്ന മണ്ണിന്റെ മക്കളുടെ നാട്. വർഷം മുഴുവനും അന്നത്തിന് മുട്ടില്ലാതെ സുഭിക്ഷമായാണ് ഉഴവർ ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ പതിവിന് വിപരീതമായി കാലം തെറ്റിവന്ന മഴ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. ആഴ്ചകളോളം നീണ്ടുനിന്ന പേമാരിയിൽ അവരുടെ കൊയ്യാറായി നിന്നിരുന്ന വയലുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പനയോല കൊണ്ട് മറച്ച അവരുടെ മാടങ്ങളെല്ലാം മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. കുലദൈവങ്ങളുടെ മുന്നിൽ നേർച്ചകളും കാഴ്ചകളും അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും മഴയ്ക്ക് ശമനമുണ്ടായില്ല. നാടിനെന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്ന വിവരം ദൈവത്തറയിൽ നിന്നുകൊണ്ട് മരുതൻകുടിയിലെ ഏറ്റവും പ്രായമുള്ള ഉഴവൻ വേന്തനാർ അരുൾ ചെയ്തു. വേന്തനാരുടെ വാക്ക് മരുതൻകുടിക്ക് ദൈവവാക്കാണ്. കണ്ണുകൾ രണ്ടും പീലിയടഞ്ഞ് പല്ലുകളൊക്കെയും കുഴിഞ്ഞ് ഒരു വടിയുടെ സഹായത്താൽ കൂനിക്കൂടി നിൽക്കുന്ന വേന്തനാരുടെ പ്രായം ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ അറിയില്ല. മരുതൻകുടിയിലെ ആയിരക്കണക്കിന് പക്ഷികൾക്ക് കൂടൊരുക്കുന്ന മുത്തശ്ശിയാൽമരത്തിനും വേന്തനാർക്കും ഒരേ പ്രായമാണെന്നാണ് അന്നാട്ടിലെ കഥ. മരണമില്ലാത്ത മനുഷ്യനായിരുന്നു വേന്തനാർ. വിറയാർന്ന ചുണ്ടുകളിൽ നിന്ന് പിന്നീട് പുറത്തുവന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. ഊരയെ ആളിക്കക്കൂടിയ വിശാലയൊன்று മരുതൻകുടി മണ്ണിൽ ഉരുവായിருக்கு. നാൾക്ക് നാൾ ഏറി വരും இந்த പേമാരി കൂടെ അതുക്കാണ് അടയാളത്തെ കാട്ടുത്. കൂടുതൽ ഒന്നും പറയാതെ വേന്തനാർ ആൽമരച്ചുവട്ടിലെ ദൈവത്തറയിൽ തളർന്നിരുന്നു. ദൈവത്തറയ്ക്ക് ചുറ്റും കൂടി നിന്നിരുന്ന ഉഴവർക്ക് കാര്യം പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ഇതുവരെ കാണാത്ത എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നതായി മനസ്സിലായി. അവർ ഓരോരുത്തരായി അവിടെ നിന്ന് പിരിഞ്ഞു. അവൾ വരാർ, കൊടറവയ്യമ്മനുടെ പുതുപ്പിറവിയാനവൾ. ഉങ്ങളുടയ ഉയരെടുക്ക പോറാൾ, ഉങ്ങളുടയ സുടുരത്തപ്പൊരിയലൈ സാപ്പിട പോറാൾ. കോരിച്ചൊരിയുന്ന മഴത്തുള്ളികൾ ചുറ്റും സൃഷ്ടിച്ച ആസുരതാളം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റാർക്കും കേൾക്കാത്ത സ്വരത്തിൽ വേന്തനാർ പിരിഞ്ഞു പോകുന്ന നാട്ടുകാരെ നോക്കി പിറുപിറുത്തു. മരുതൻകുടിയിലെ വേമ്പന്റെ കുടിലിന് ചുറ്റും നാട്ടുകാർ കൂടി. ചോർന്നൊലിക്കുന്ന കുടിലിന്റെ ഉള്ളിൽ വേമ്പന്റെ ഭാര്യയുടെ ചലനമറ്റ ശരീരം കിടപ്പുണ്ട്. അതിന് സമീപത്തായി ജനിച്ചിട്ട് അധികമാകാത്തൊരു ചോരക്കുഞ്ഞുമുണ്ട്. പ്രസവത്തോടെ മരണപ്പെട്ട അമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപെടുത്തുന്നതിൽ വ്യാപൃതയായിരിക്കുന്ന വയറ്റാട്ടി തള്ള കണ്ണീരോടെ ഓരോന്ന് പദം പറഞ്ഞ് കുഞ്ഞിനെ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞെടുത്ത് കുടിലിന് പുറത്തേക്ക് വന്നു. വേമ്പാ, പെൺകുഞ്ഞാണ്, വാ, വന്നു വാങ്ങൂ. കുടിലിന്റെ ഇറമ്പലിൽ കണ്ണീരോടെ മുഖം പൊത്തിയിരിക്കുന്ന വേമ്പനോടായി വയറ്റാട്ടിത്തള്ള പറഞ്ഞു. പക്ഷേ അയാൾ ആ ഇരിപ്പിൽ നിന്നും അനങ്ങിയില്ല. അവർ ഒന്നുകൂടി പറഞ്ഞെങ്കിലും വേമ്പൻ കുഞ്ഞിനെ ഒന്ന് നോക്കുവാൻ പോലും മുതിർന്നില്ല. അലറിക്കരയുന്ന കുഞ്ഞിന്റെ കരച്ചിലാറ്റാൻ അവർ നന്നേ പാടുപെട്ടു. പെട്ടെന്ന് വയറ്റാട്ടിത്തള്ളയുടെ നേരെ 2 കൈകൾ നീണ്ടുവന്നു. അവർ മുഖമുയർത്തി ആ കൈകളുടെ ഉടമസ്ഥനെ നോക്കി. വേമ്പന്റെ മൂത്ത മകൻ ഉദയനൻ. 10 വയസ്സുകാരനാണെങ്കിലും വേമ്പനൊപ്പം വയലിൽ പണിയെടുക്കുന്ന ഉശിരനാണ് ഉദയനൻ. അവർ അവന്റെ കൈകളിലേക്ക് കുഞ്ഞിനെ വെച്ചുകൊടുത്തു. അതുവരെ നിർത്താതെ അലറിക്കരഞ്ഞിരുന്ന കുഞ്ഞ് പിടിച്ചു നിർത്തിയ പോലെ കരച്ചിൽ അവസാനിപ്പിച്ചു. കുടിലിന്റെ അകത്ത് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയെ ഒന്ന് നോക്കിയ ശേഷം അവൻ തന്റെ അനുജത്തിയെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവന്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ കുഞ്ഞിന്റെ നെറ്റിയിൽ വീണു. ഞെട്ടിക്കരച്ചിൽ തുടങ്ങിയ കുഞ്ഞിനെ അവൻ ഒന്നുകൂടി ചേർത്തു പിടിച്ച് നെറ്റിയിൽ ഉമ്മ വച്ചു. പതുക്കെ കരച്ചിലിന്റെ അലകൾ അവസാനിപ്പിച്ച് അവൾ കണ്ണുകൾ തുറന്ന് ഉദയനനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ഈ ലോകത്തിൽ അവന് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടത്തിനിടയിലും അവൻ പുഞ്ചിരിച്ചു. തന്റെ ജീവനും ജീവിതവും ഇനി മുതൽ തന്റെ കൈകളിൽ കിടക്കുന്ന അനുജത്തിക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് അവൻ ഉള്ളാലെ പ്രതിജ്ഞയെടുത്തു. മരുതൻകുടിയിലെ ദൈവത്തറയിൽ തന്റെ 5 വയസ്സുകാരിയായ അനുജത്തിയെയും കൂട്ടി ഉദയനൻ വേന്തനാരുടെ കൂടാരത്തിന്റെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ വണങ്ങി നിന്നു. മുന്നിൽ നിൽക്കുന്നവരുടെ ഭൂതവും ഭാവിയും നിമിഷനേരം കൊണ്ട് കാണുകയും പ്രവചിക്കുകയും ചെയ്യുന്ന വേന്തനാർ ആ നാടിന്റെ ദിവ്യപുരുഷൻ കൂടിയാണ്. ഭാവി പ്രവചിച്ച് കാണാനും ഭൂതകാലത്ത് ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം തേടിയും ധാരാളം ആൾക്കാർ അയാളുടെ മുന്നിൽ എത്താറുണ്ട്. എന്നാൽ പലർക്കും അയാൾ മുഖം കൊടുക്കാറില്ല. തന്റെ പ്രവചനങ്ങളും ഉപദേശങ്ങളും അർഹരായവർക്ക് മുന്നിൽ മാത്രമേ അയാൾ തുറന്നു പറയുകയുള്ളൂ. വേന്തനാരയ്യ, ഒരു നിമിഷം എന്റെ അപേക്ഷ കേൾക്കാൻ കനിവുണ്ടാകണം. ഉദയനൻ ശബ്ദം താഴ്ത്തി വിനീതമായി അപേക്ഷിച്ചു. കേൾക്കാൻ കൊതിച്ചിരുന്ന ശബ്ദം കേട്ട മാതിരി ആൽമരത്തിന്റെ കീഴിൽ പനയോലകൾ കൊണ്ട് മറച്ചുവെച്ചിട്ടുള്ള കൂടാരത്തിൽ നിന്നും വേന്തനാരുടെ മൂളൽ കേട്ടു. കുറച്ചു നാളുകളായി നിന്നെ ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു.
അകത്തേക്ക് വരാം ഉദയനന്. പ്രാവുകുറുകും പോലെയുള്ള ശബ്ദത്തിൽ വേന്തനാർ പറഞ്ഞു. ഉദയനനും അവന്റെ അനുജത്തി ചിന്നയും പതുക്കെ അകത്തേക്ക് കയറി. പുറത്തു നിൽക്കുന്നത് താനാണെന്ന് വേന്തനാർ എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത് അവൻ അത്ഭുതമായി തോന്നി. കൂടാരത്തിന്റെ അകംഭാഗം മുഴുവനും ചാണകവറളി ഉണക്കിപ്പൊടിച്ചെടുത്ത ഭസ്മത്തിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മുളങ്കമ്പുകൾ ചേർത്ത് കെട്ടിയ കിടക്കയിൽ കിടക്കുകയായിരുന്നു വേന്തനാർ. ഒരു ചെറിയ തുണിക്കഷ്ണം മാത്രം ഉപയോഗിച്ച് നഗ്നത മറച്ച ഒരു പടുവൃദ്ധൻ. അയാൾ വളരെ പതുക്കെ തല ഉയർത്തി ഉദയനനെ നോക്കി. വിറയാർന്ന കൈകൾ ഉയർത്തി അവനെ അയാളുടെ അരികിലേക്ക് വിളിച്ചു. ഉദയനൻ അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. എനിക്കറിയാമായിരുന്നു നീ അധികം വൈകാതെ എന്റെ അരികിൽ വരുമെന്ന്. അതിനുള്ള സമയമായിരിക്കുന്നു. വളരെ പതുക്കെ അയാൾ അവനോട് പറഞ്ഞു. അയ്യാ, ഞാൻ വന്നത് എന്റെ അനുജത്തി ചിന്നയെക്കുറിച്ച് പറയാനാണ്. അവൻ അനുജത്തിയുടെ നെറുകയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. തുടർന്നു പറയാൻ വേന്തനാർ കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ഇവൾ പിറന്നതോടെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. അതിനുശേഷം അച്ഛൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏത് സമയവും മദ്യപിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും കിടക്കും. അമ്മ മരിച്ചതിനും അച്ഛൻ ഇങ്ങനെ ആകാനും ഒക്കെ കാരണം ഇവളാണെന്നാണ് അച്ഛൻ പറയുന്നത്. അത് മാത്രമല്ല, ഇവൾക്കിപ്പോ 5 വയസ്സായി. ഇതുവരെയും ശരിയായി സംസാരിച്ചു തുടങ്ങിയില്ല. ഇവൾ പറയുന്നതൊന്നും എനിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകുന്നുമില്ല. വൈദ്യന്മാരൊക്കെ കൈയൊഴിഞ്ഞു. അമ്മൻ കോപമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ ഞാനും ഇവളും ഊരിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ആരും ഞങ്ങളോട് സംസാരിക്കുന്നത് പോലുമില്ല. ഞാൻ വയലിൽ പണിക്ക് പോയാൽ ഇവളെ നോക്കാൻ ആരുമില്ല. ഊരിലെ കുട്ടികൾ ഊമയെന്നും പൊട്ടിയെന്നും പറഞ്ഞ് കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോൾ ഇവൾ കരഞ്ഞു തളർന്നുറക്കമാകും. ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കി അടുത്ത ഊര് പഞ്ചായത്തിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതെന്ന് ഊരുജനങ്ങളോട് അയ്യാ പറയണം. ഞങ്ങളെ രക്ഷിക്കണം. ഇത്രയും പറഞ്ഞ് ഉദയനൻ കരഞ്ഞുകൊണ്ട് വേന്തനാരുടെ കാൽക്കൽ കൈകൾ ചേർത്തു പിടിച്ചിട്ട് അപേക്ഷിച്ചു. ചേട്ടൻ ചെയ്യുന്നത് പോലെ ചിന്നയും അയാളുടെ കാലുകൾ ചേർത്തു പിടിച്ച് കരഞ്ഞു. വേന്തനാർ പതിയെ കിടക്കയിൽ നിവർന്നിരുന്നു. ഉദയനനോടും ചിന്നയോടും നിലത്തിരിക്കുവാൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. കർഷകർ ഉഴുതുമറിച്ച കൃഷിയിടത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ മുളച്ചു ചെടികളാവുകയും ആ ചെടികൾ വളർന്ന് വിളയാകുകയും ചെയ്യുന്നതോടുകൂടി അവയുടെ ആയുസ് അവസാനിക്കുന്നു. എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിയിട്ടും അവയ്ക്ക് അധികകാലം ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ മഹാവൃക്ഷങ്ങളുടെ കഥ അങ്ങനെയല്ല. അവയുടെ വിത്തുകൾ ആരും വിതയ്ക്കാറില്ല. എങ്ങനെയോ വിത്ത് മുളയ്ക്കുന്നു. അതിന് വെള്ളവും വളവും ആരും നൽകാറില്ല. പേമാരിയും കൊടുങ്കാറ്റും വരൾച്ചയും തരണം ചെയ്ത് അവ വളരുന്നു. വളർന്ന് വളർന്ന് ആകാശം മുട്ടെ വളർന്ന് മഹാവൃക്ഷങ്ങളാകുന്നു. അതുപോലെയാണ് നിങ്ങൾ രണ്ടും. നിങ്ങളിപ്പോൾ വളർച്ചയുടെ പരീക്ഷണ കാലത്താണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. വേന്തനാർ അവരുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു. അയ്യാ, എനിക്ക് മനസ്സിലായില്ല. അയ്യാവുടെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള അറിവും കഴിവും എനിക്കില്ല. എന്റെ ചിന്നയുടെ ഭാവി എന്താവുമെന്ന് പറഞ്ഞു തരാമോ? പ്രതീക്ഷയോടെ ഉദയനൻ വേന്തനാരുടെ മുഖത്തേക്ക് നോക്കി. സാക്ഷാൽ കൊടറവയ്യ അമ്മയുടെ അവതാരമാണിവൾ. ഇവൾ ജനിച്ച ദിവസം എനിക്ക് കൊടറവയ്യ അമ്മയുടെ ദർശനം ലഭിച്ചതാണ്. തന്റെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം എരിയിച്ചവൾ മുന്നേറും. ഈ നാടും നാട്ടാരുമെല്ലാം ഇവളുടെ പകയിൽ വെന്തു വെണ്ണീറാകും. ഉദയനൻ അത്ഭുതത്തോടെ ചിന്നയെ നോക്കി. ചേട്ടന്റെ മുഖത്തേക്ക് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. എന്നാൽ അങ്ങോട്ടേക്കുള്ള വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണ്. കാട്ടിലും മേട്ടിലും അലഞ്ഞ് മൃഗത്തോടും മനുഷ്യനോടും ഒരുപോലെ പോരാടി ഒടുവിൽ മന്നന്റെ മാളികയിൽ വരെ എത്തും നിങ്ങൾ. മുന്നോട്ടുള്ള വഴികളിൽ ഒരുമിച്ച് തന്നെ നിൽക്കുക. എന്ത് സംഭവിച്ചാലും പരസ്പരം ജീവൻ കൊടുത്തൊറ്റക്കെട്ടായി അതിനെയെല്ലാം നേരിടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വേന്തനാർ തന്റെ കിടക്കയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള ചെറിയൊരു തുകൽ സഞ്ചിയിൽ നിന്നും അല്പം ഭസ്മമെടുത്ത് ചിന്നയുടെ നാക്കിൽ പുരട്ടി. ബാക്കി ഭസ്മം കഴിക്കാനും കൊടുത്തു. കുറച്ചു നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ വേന്തനാർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുകയായിരുന്നു അവൻ. തന്റെ ചിന്ന യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും ദേവതയായ കൊടറവയ്യ അമ്മയുടെ അവതാരമാണെന്നല്ലേ വേന്തനാർ പറഞ്ഞത്? അതിനർത്ഥം നാളെ അവൾ ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന പോരാളിയായി മാറും. അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും വന്നു നിറഞ്ഞു. ഉദയനൻ വയലിൽ ജോലിക്ക് പോകുമ്പോൾ ചിന്ന കുടിലിൽ തന്നെ ഇരിക്കും.
ഗ്രാമത്തിലെ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടാനോ കളിക്കാനോ അവൾ പോകാറില്ല. കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും അത്രത്തോളം അവളുടെ കുഞ്ഞു ഹൃദയത്തെ മുറിവേൽപ്പിച്ചിരുന്നു. ഗ്രാമത്തിൽ അലഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളുമായിരുന്നു അവളുടെ കൂട്ടുകാർ. ഉദയനന് സ്വന്തമായി ഉണ്ടായിരുന്ന കൊമ്പൻ എന്ന കാളയായിരുന്നു ചിന്നയുടെ ഏറ്റവും വലിയ കൂട്ട്. വയലിൽ ഉഴവില്ലാത്ത ദിവസങ്ങളിൽ ചിന്നയോടൊപ്പം കൊമ്പൻ എപ്പോഴും ഉണ്ടാകും. സാധാരണ കാളകളേക്കാൾ വലിപ്പവും ഇണക്കവും അവന് കൂടുതലായിരുന്നു. കൊമ്പന്റെ കൂട്ടുണ്ടെങ്കിൽ ഉദയനന് സമാധാനത്തോടെ വയലിൽ പണിയെടുക്കാൻ പോകാം. വയലിൽ ഉഴവുള്ള ഒരു ദിവസം കൊമ്പനെയും കൂട്ടി ഉദയനൻ പണിക്ക് പോയി. കുടിലിൽ ഒറ്റയ്ക്കിരുന്ന ചിന്ന അയൽപ്പക്കത്തുള്ള കുട്ടികൾ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ പന്തുകൊണ്ട് കളിക്കുന്നത് നോക്കി ഇറയത്ത് തന്നെയിരുന്നു. കളിക്കിടയിൽ വൈക്കോൽ പന്ത് ചിന്നയുടെ മുന്നിൽ വന്ന് വീണു. കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞു നിന്ന ചിന്ന പന്തെടുത്ത് കുട്ടികളുടെ നേർക്ക് എറിഞ്ഞുകൊടുത്തു. കുട്ടികളിൽ ഒരാൾ അവളെ കളിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു. ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ സന്തോഷത്തോടെ അവൾ കുട്ടികളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവരെല്ലാം ചേർന്ന് ചിന്നയുടെ കൈകൾ രണ്ടും പിടിച്ചുവെച്ചു. നാക്കെടുത്ത് മിണ്ടാൻ പറ്റാത്ത ഈ പൊട്ടിയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മിണ്ടിച്ചാലോ? അതിലൊരുവൻ മുറ്റത്ത് നിന്നിരുന്ന കാന്താരി മുളക് ചെടിയിൽ നിന്നും കാന്താരി പറിച്ചെടുത്ത് അടുത്തുണ്ടായിരുന്ന പാറക്കല്ലിൽ അരച്ചെടുക്കാൻ തുടങ്ങി. കുട്ടികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ചിന്ന ആകുന്നതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കുഞ്ഞു ശരീരത്തിന് അതിനുള്ള കരുത്തുണ്ടായിരുന്നില്ല. കാന്താരി അരച്ചത് ഒരിലയിൽ എടുത്തുകൊണ്ടുവന്ന് ചിന്നയുടെ വാ തുറന്ന നാക്കിലും മുഖത്തും തേയ്ക്കാൻ തുടങ്ങി. ശരീരം മുഴുവനും പച്ചയ്ക്ക് തീവച്ച പോലെ അവൾ അലറി വിളിക്കാൻ തുടങ്ങി. അവ്യക്തങ്ങളായ ശബ്ദങ്ങളിൽ അവളുടെ കരച്ചിൽ അവിടെ തന്നെ ഒതുങ്ങി നിന്നു. കണ്ണുകളിലും മുളകിന്റെ ചാറ് വീണതിനാൽ അവൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിച്ചില്ല. കുട്ടികൾ അവളെ വിട്ട് ചുറ്റും കൂടി നിന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മിണ്ടാപ്പെണ്ണ് മിണ്ടണത് കണ്ടാ? കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ച് തറയിൽ കിടന്നു പൊളയുന്ന ചിന്നയുടെ കൈകളിൽ ഒരു കൂർത്ത പാറക്കഷ്ണം തടഞ്ഞു. അവളത് കയ്യിലെടുത്ത് അടുത്തുനിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അവന്റെ മൂക്കും ചുണ്ടും പൊട്ടി ചോര ഒഴുകി. അത് കണ്ട് ഭയന്ന കുട്ടികൾ അവരവരുടെ വീടുകളിലേക്ക് ഓടിപ്പോയി. ഉദയന, നിന്റെ കൂടപ്പിറപ്പിനെ ദൈവത്തറയിലെ മുക്കാലിയിൽ നാട്ടുകാരി കെട്ടിയിട്ടിരിക്കുക. കൂടെ കളിച്ചുകൊണ്ടിരുന്ന കഴലന്റെ കൊച്ചിനെ നിന്റെ അനിയത്തി കല്ലുകൊണ്ടടിച്ച് മുഞ്ഞു പൊട്ടിച്ചു. അത് ചോദിക്കാൻ ചെന്ന കഴലന്റെ പെണ്ണിന്റെ കയ്യിലെ 2 വിരല് കടിച്ചു മുറിച്ചിട്ടു. വേഗം അങ്ങോട്ട് പോ. ആ കഴലൻ പ്രാന്ത് പിടിച്ച മാതിരി കൊച്ചിനെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കുക. വയൽക്കരയിൽ ഒരുവൻ വിളിച്ചു പറയുന്നത് കേട്ട് ഉഴവ് കഴിഞ്ഞ് കൊമ്പനെ കുളിപ്പിക്കുകയായിരുന്ന ഉദയനൻ ദൈവത്തറയിലേക്ക് പാഞ്ഞു. പുറകെ കൊമ്പനും. അവർ രണ്ടുപേരും കൂടി അവിടെ എത്തുമ്പോഴേക്കും അടികൊണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ചിന്ന. ജീവനുണ്ടെന്നുള്ളതിന് തെളിവായി നേരിയ തോതിൽ അവളുടെ നെഞ്ച് ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. നിറമിഴികളോടെ നിൽക്കുന്ന വേന്തനാരുടെ നേർക്ക് കത്തുന്ന നോട്ടം പായിച്ചുകൊണ്ട് ഉദയനൻ നിലത്ത് കിടക്കുന്ന ചിന്നയെ വാരിയെടുത്തു. ബോധമില്ലായ്മയിലും അവൾ അവ്യക്തമായി അണ്ണ എന്ന് വിളിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. ദൈവങ്ങൾ ഇറങ്ങി വന്ന് അനുഗ്രഹം നൽകുന്ന ഈ ദൈവത്തറയിൽ വെച്ച് ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നാട്ടാരെ? ദൈവമൊഴി പറഞ്ഞു കഴിയുന്ന വേന്തനാരയ്യ, നിങ്ങളും ഇതിന് കൂട്ടുനിന്നല്ലോ. ഉദയനന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. ഈ നാശം പിടിച്ചവൾ ചെയ്ത കാര്യം നിനക്കറിയണ്ടേ? വീറോടെ കഴലൻ ഉദയനന്റെ നേർക്ക് കുതിച്ചു വന്നു. ഇത്രയും കാലം അവൻ അനുഭവിച്ച ഒറ്റപ്പെടലും കളിയാക്കലും സങ്കടങ്ങളുമെല്ലാം ഒരു ഊർജപ്രവാഹമായി അവന്റെ കൈകളിലേക്ക് ഇരച്ചുകയറി. തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന കഴലനിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ ഉദയനൻ ദൈവത്തറയുടെ നടുക്ക് സ്ഥാപിച്ചിട്ടുള്ള വേൽ തറയിൽ നിന്നും വലിച്ചൂരിയെടുത്ത് കഴലന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാർക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. ഒരു ചെറിയ ഞരക്കത്തോടെ കഴലൻ ദൈവത്തറയിൽ കുഴഞ്ഞു വീണു. അയാളുടെ ചലനമറ്റ ശരീരത്തിനു ചുറ്റും രക്തമൊഴുകിപ്പടർന്നു. യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിയ ഉദയനൻ താൻ ചെയ്ത അപരാധത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് വെറും നിലത്തിരുന്നു. അപ്പോഴേക്കും നാട്ടുകാർ ഉദയനനെയും ചിന്നയെയും വളഞ്ഞു. ഏതു നിമിഷം വേണമെങ്കിലും ആൾക്കൂട്ടം അവരെ രണ്ടുപേരെയും തല്ലിക്കൊല്ലുമെന്ന അവസ്ഥയുണ്ടായി. പെട്ടെന്ന് തന്റെ നേർക്ക് വടിയുമായി വന്ന 3 പേർ ഒരു ആർത്തനാദത്തോടെ വായുവിൽ തെറിച്ചുപോകുന്നത് ഉദയനൻ കണ്ടു. നീണ്ട കൊമ്പുകൾ കുലുക്കിക്കൊണ്ട് അവന്റെ വളർത്തുകാള കൊമ്പൻ വിരളി പിടിച്ചു നിൽക്കുന്നു. ഉദയന, ഞാൻ അന്ന് പറഞ്ഞ നേരമായി. ഇവിടെ നിന്ന് പൊയ്ക്കോ. ആ കാണുന്ന കുരിഞ്ഞുമലയിലേക്ക് പൊയ്ക്കോ. ഇനി നിങ്ങളുടെ വിധി അവിടെയാണ്. ഇവിടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കുന്നത് നിങ്ങളുടെ ജീവൻ ആപത്താണ്. വിറയാർന്ന ശബ്ദത്തിൽ വേന്തനാർ അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന കുരിഞ്ഞുമലയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഉദയനൻ ചിന്നയെ നെഞ്ചോട് ചേർത്ത് കൊമ്പന്റെ പുറത്ത് ചാടിക്കയറി. യജമാനന്റെ നിർദ്ദേശം കിട്ടിയ കൊമ്പൻ മുന്നോട്ട് കുതിച്ചു. നാട്ടുകാരിൽ ചിലർ വടികളും കല്ലുകളുമായി അവരുടെ പിറകെ കുറച്ചു ദൂരം ഓടി. തന്റെ ചേട്ടന്റെ തോളിൽ തലചേർത്തു വെച്ച് ചിന്ന പിന്നിലേക്ക് മറഞ്ഞു പോകുന്ന മരുതൻകുടി ഗ്രാമത്തെ പാതി തുറന്ന കണ്ണുകളിലൂടെ നോക്കി. അവളുടെ കുഞ്ഞുമുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ 2 ചെറിയ തീപ്പന്തങ്ങൾ കണക്കെ എരിഞ്ഞു. ഉദയനനെയും ചിന്നയെയും വഹിച്ചുകൊണ്ട് കൊമ്പൻ കുരിഞ്ഞുമല ലക്ഷ്യമാക്കി പാഞ്ഞു. അറോലക്കാടിന്റെ രഹസ്യം. കഴിഞ്ഞ കുറച്ചു സമയത്തിനുള്ളിൽ
തനിക്ക് ചുറ്റും എന്തൊക്കെയാണ് സംഭവിച്ചത്? ചിന്തകളും ഓർമ്മകളും അതിന്റെ നിലവിട്ട് കുഴഞ്ഞു മറിഞ്ഞ് തലച്ചോറിൽ അലയടിക്കുകയാണ്. ഒന്നും വ്യക്തമാകുന്നില്ല. പ്ലാൻ പ്രകാരം അറോല ക്ഷേത്രത്തിൽ കൃത്യമായി എത്തി. പക്ഷേ തങ്ങളെ കാത്തിരുന്നത് ഇത്രയും വലിയ ദുരന്തമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തങ്ങളെ ആക്രമിച്ച ആൾക്കാരുടെ കൂടെയുണ്ടായിരുന്ന ആ വിചിത്ര ജീവികൾ ഏതാണ്? ഇതായിരുന്നില്ലേ കുറച്ചുനാൾ മുൻപ് ഒറ്റയ്ക്ക് വന്ന് തന്നെ ആക്രമിച്ചത്? അപ്പോൾ അപ്പോൾ മുരുകൻ പറഞ്ഞ അവരുടെ അറോലമൂർത്തികൾ ഇതാണോ? ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള മാഫിയ തലവനായ ദിമിത്രി ക്രാംനിക് എന്ന കിരീടം വയ്ക്കാത്ത രാജാവ് മാംസക്കഷണങ്ങളായി ചിതറിത്തെറിച്ചത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? തന്നെ അവർ കാണാത്തതാണോ? ഹാ, ഭ്രാന്ത് പിടിക്കുന്നു. ആരോ വരുന്നുണ്ട്. അത് തന്റെ മരണമാണ്. ഇല്ല, രക്ഷപ്പെടണം. എങ്ങോട്ട് പോകും? ആരുണ്ട് രക്ഷ? ഇല്ല, തോൽക്കാൻ പാടില്ല. ഇവിടെ ഒരു അജ്ഞാത ശവമായി മാറാൻ പാടില്ല. ഒരുപാട് ലോകം കണ്ടവനാണ് താൻ. ഈ ഇരുട്ടിനെ മറയാക്കി മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. ദേഹത്ത് പുരണ്ട രക്തവും മാംസകഷ്ണങ്ങളും തൂത്തെറിഞ്ഞുകൊണ്ടവൻ മുന്നോട്ടോടി. ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ തയ്യാറാക്കിയ മാപ്പിന്റെ സഹായത്തോടെ ശ്രീജിത്തും ക്രാംനിക്കും പ്രൊഫസർ സ്റ്റുവർട്ട് ജോൺസണും ബാക്കിയുള്ളവരും യാതൊരു തടസ്സവും കൂടാതെ കാന്തമല ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവർ തയ്യാറാക്കിയ മാപ്പിൽ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ ഘടനയും വലിപ്പവും മനസ്സിലാക്കി പ്രൊഫസർ സ്റ്റുവർട്ട് ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തെപ്പറ്റി ഒരു ഏകദേശ ചിത്രം കൂടെയുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു. ക്ഷേത്രത്തിന്റെ സമീപത്തെത്തിയതും വാളും അമ്പും വില്ലും വാരിക്കുന്തങ്ങളുമായി ഒരു പറ്റം ആൾക്കാർ അവരെ തടഞ്ഞു. പ്രാകൃതങ്ങളായ ആയുധങ്ങൾ എന്തി നിൽക്കുന്ന വനവാസികളെ കണ്ടപ്പോൾ ക്രാംനിക്കിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയാൾ തന്റെ തോൾസഞ്ചിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന PP-19 ബൈസൺ എന്ന സബ് ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ പുറത്തെടുത്തു. ക്രാംനിക്കിന് പുറകെ കമാൻഡോകളും അവരുടെ ആയുധങ്ങൾ പുറത്തെടുത്തു. ഏതു സമയവും ഒരാക്രമണം നടന്നേക്കാമെന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. പെട്ടെന്ന് ശ്രീജിത്ത് അവരുടെ ഇടയിലേക്ക് നീങ്ങി നിന്നു. അവൻ അവിടെ നിന്നിരുന്ന വനവാസികളുടെ സമീപത്തേക്ക് ചുവടുവെച്ചു. അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് നിലത്തേക്കെറിഞ്ഞു. നോക്കൂ, നിങ്ങൾക്ക് യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. ശ്രീജിത്ത് അവരെ ഓരോരുത്തരെയും നോക്കി പറഞ്ഞു. പഠിക്കാൻ വന്നവർക്ക് എന്നാത്തിനാ സാറേ തോക്ക്? കൂട്ടത്തിൽ പ്രായമായ ഒരാൾ ശ്രീജിത്തിനോട് ചോദിച്ചു. അത് പിന്നെ കാടല്ലേ, വല്ല മൃഗങ്ങളും ആക്രമിക്കാൻ വന്നാൽ ഒരു സ്വയരക്ഷയ്ക്ക് കൂടെ കരുതിയതാണ്. ശ്രീജിത്ത് തിരിഞ്ഞ് ക്രാംനിക്കിനോടും സംഘത്തോടും ആയുധങ്ങൾ തിരികെ വയ്ക്കുവാൻ പറഞ്ഞു. മൃഗങ്ങൾക്ക് നേരെ ചൂണ്ടേണ്ടത് മനുഷ്യർക്ക് നേരെ ചൂണ്ടിയാൽ എങ്ങനാ സാറേ ശരിയാവുന്നേ? അതോ ഞങ്ങളാരും മനുഷ്യഗണത്തിൽ പെടുന്നതല്ലയോ? കൂട്ടത്തിൽ ഒരുവൻ മുന്നോട്ട് വന്ന് ശ്രീജിത്തിന്റെ അരികിൽ വന്നു നിന്നു. എന്നിട്ട് ശ്രീജിത്തിന് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ തുടർന്നു. മുൻപൊരിക്കൽ നിന്നെ കൊല്ലാതെ വിട്ടതാ ഞങ്ങളുടെ അറോലക്കാര്. അന്ന് വട്ടുപിടിച്ച് കാടിറങ്ങിയ നീ ചാവാനായിട്ട് വീണ്ടും വന്നതല്ലയോ? അന്ന് നിന്നോട് കാണിച്ച കരുണ ഇന്ന് അറോല കാണിക്കില്ല. അതുകൊണ്ട് നല്ല കാര്യം പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് നീ നിന്റെ കൂട്ടരെയും വിളിച്ച് കാടിറങ്ങിക്കോ. ഇല്ലെങ്കിൽ അറോലക്കൂട്ടത്തിന്റെ കോപത്തിൽ നീയൊക്കെ വെന്ത് വെണ്ണീറാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ശ്രീജിത്തിന്റെ പിറകിലേക്ക് തള്ളി. നിലതെറ്റി വീഴാൻ പോയ ശ്രീജിത്തിനെ പ്രൊഫസർ സ്റ്റുവർട്ട് താങ്ങി നിർത്തി. ശ്രീജിത്തിനെ തള്ളുന്നത് കണ്ടതും ക്രാംനിക് തന്റെ തോക്കെടുത്ത് ആദിവാസി യുവാവിന് നേരെ നിറയൊഴിച്ചു. എന്നാൽ ഒരു വെടിയുണ്ട പോലും പുറത്തു വന്നില്ല. ക്രാംനിക്കിന്റെ കൂട്ടാളികളുടെ തോക്കുകളും പ്രവർത്തനരഹിതമായി. വാശിയേറിയ ക്രാംനിക് തന്റെ തോക്ക് വലിച്ചെറിഞ്ഞ് മൂർച്ചയേറിയ നീളൻ കത്തി പുറത്തെടുത്ത് ശ്രീജിത്തിനെ തള്ളിയ യുവാവിന് നേരെ വീശി. ക്രാംനിക്കിന്റെ ആക്രമണത്തിൽ നിന്നും വിദഗ്ധമായി അയാൾ ഒഴിഞ്ഞുമാറി. അപ്പോഴേക്കും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും തീവ്രതയേറിയ ഒരു ശബ്ദം കേട്ടു. ഏതോ യന്ത്രം സ്റ്റാർട്ടാകുന്ന തരത്തിലുള്ള ശബ്ദം. ശ്രീജിത്തും കൂട്ടരും നോക്കി നിൽക്കെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കരിയിലകളും മണ്ണും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ക്രാംനിക്കിന്റെ കൂടെയുണ്ടായിരുന്ന കമാൻഡോകളിൽ ഒരുവൻ നിന്ന നിൽപ്പിൽ മുകളിലേക്ക് ഉയർന്ന് കുറച്ചപ്പുറത്തുണ്ടായിരുന്ന പാറക്കെട്ടിൽ തലയിടിച്ചു വീണു. ഒരു ചെറിയ ഞരക്കം പുറത്തു വന്നെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ശ്വാസം നിലച്ചു. എന്താണ് സംഭവിച്ചതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്താൻ അവിടെ കൂടി നിന്നവർക്ക് കുറച്ചു സമയം കൂടി വേണ്ടി വന്നു. മുന്നിലെ പൊടിക്കാറ്റടങ്ങിയപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ഇരുട്ടിൽ നിന്നും 2 രൂപങ്ങൾ പുറത്തെ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് അവിടെ നിന്നിരുന്ന വനവാസികൾ മുട്ടിലിരുന്ന് തല ഭൂമിയിൽ തൊട്ട് ആ രൂപങ്ങളെ വന്ദിച്ചു. കുറച്ചു സമയത്തേക്ക് ആരും തല ഉയർത്തിയില്ല. പ്രൊഫസർ സ്റ്റുവർട്ട്
ആ രൂപങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സാധാരണ മനുഷ്യരെക്കാൾ ഉയരവും വലിപ്പവും ആ ജീവികൾക്കുണ്ടായിരുന്നു. തലഭാഗം ഹെൽമറ്റ് പോലെ തോന്നിക്കുന്ന എന്തോ ഒന്നുകൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട്. നീളൻ കാലുകൾ, ഉടലിലാകെ വിചിത്ര രൂപങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. കൂടുതൽ നേരം പ്രൊഫസർക്ക് ആ രൂപങ്ങളെ നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കൂടി നിന്നിരുന്ന ശ്രീജിത്തിനും ക്രാംനിക്കിനും പ്രൊഫസർക്കും ക്രാംനിക്കിന്റെ ഹിറ്റ്മാൻമാർക്കും കാഴ്ച മങ്ങുന്നതുപോലെയും ശരീരമാകെ തളരുന്നതുപോലെയും അനുഭവപ്പെട്ടു. അവർ വേച്ചു വീഴാൻ തുടങ്ങി. അല്പസമയത്തെ തളർച്ചയ്ക്ക് ശേഷം ക്രാംനിക്കും സംഘവും ആയുധങ്ങളുമായി ആ രൂപങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പ്രൊഫസർ സ്റ്റുവർട്ടും ശ്രീജിത്തും ക്രാംനിക്കിന്റെ അരികിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് മാറി നിന്നു. ക്രാംനിക്കിന്റെ ഹിറ്റ്മാൻമാരിൽ ഒരുവൻ 2 കൈകളിലും ജാപ്പനീസ് സമുറായികൾ ഉപയോഗിക്കുന്ന കദാനവാൾ വീശി രൂപങ്ങൾക്ക് നേരെ പാഞ്ഞു. അതേസമയം വിചിത്ര രൂപികളിൽ ഒന്നിന്റെ കയ്യിൽ നീളം കുറഞ്ഞ വടി പോലുള്ള ഒരു ഉപകരണം പ്രത്യക്ഷപ്പെട്ടു. അത് തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ഹിറ്റ്മാന് നേരെ ചൂണ്ടി. അതിന്റെ അറ്റത്ത് പച്ച നിറത്തിലുള്ള പ്രകാശം തെളിഞ്ഞു. അതിനോടൊപ്പം വല്ലാത്തൊരു ഹുങ്കാര ശബ്ദവും. തൊട്ടടുത്ത നിമിഷം വടിയുടെ മുൻവശത്തുണ്ടായിരുന്ന വായു ശക്തമായ അലകൾ സൃഷ്ടിച്ച് ഹിറ്റ്മാന്റെ ദേഹത്ത് പതിച്ചു. ശക്തമായ ആഘാതത്തിൽ അയാളുടെ ഭീമാകാരമായ ശരീരം മാംസകഷണങ്ങളായി ചിതറിത്തെറിച്ചു. പൊട്ടിപ്പിളർന്ന തലച്ചോറും ആന്തരികാവയവങ്ങളും ബാക്കി സംഘാംഗങ്ങളുടെ ദേഹത്ത് വന്ന് പതിച്ചു. ഷോക്ക് വേവ്. ഇറ്റ്സ് നോട്ട് മാൻ മെയ്ഡ്, ഇറ്റ്സ് ഏലിയൻ ടെക്നോളജി. ശ്രീജിത്തിന്റെ അരികിൽ നിന്നിരുന്ന പ്രൊഫസർ സ്റ്റുവർട്ട് ശബ്ദം താഴ്ത്തി പിറുപിറുത്തു. വാട്ട് ദ ഫ്? ഏലിയൻ ടെക്നോളജിയോ? ഒരിക്കലുമില്ല. അതും ഇവിടെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. മുന്നിൽ കണ്ട ഭീകര ദൃശ്യത്തിന്റെ ആഘാതം ഉള്ളിലടക്കി ശ്രീജിത്ത് പ്രൊഫസറുടെ അഭിപ്രായത്തെ എതിർത്തു. അതെ ശ്രീജിത്ത്, താങ്കൾ വിശ്വസിച്ചേ മതിയാകൂ. നിലവിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ആയുധം നിർമ്മിക്കാൻ കഴിയില്ല. പ്രൊഫസർ വിറയാർന്ന ശബ്ദത്തിൽ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. മുന്നോട്ട് കുതിക്കാൻ തയ്യാറായി നിന്നിരുന്ന 2 കമാൻഡോകളെ തടഞ്ഞുകൊണ്ട് ക്രാംനിക് സാവധാനം വിചിത്ര രൂപികൾക്ക് നേരെ നടന്നു. നോ നോ ക്രാംനിക്, അരുത്, മുന്നോട്ട് പോകരുത്, അപകടമാണ്. ദേ ആർ നോട്ട് ഹ്യൂമൻസ്. അവർ മറ്റെന്തോ ആണ്. അവർ ഏലിയൻസ് ആണ്. അവരെ ആക്രമിക്കരുത്. നമ്മൾ തിരികെ പോകുന്നതായിരിക്കും ഉചിതം. പ്രൊഫസർ സ്റ്റുവർട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ക്രാംനിക് ഒരു വശം തിരിഞ്ഞ് പ്രൊഫസറെയും ശ്രീജിത്തിനെയും നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. തൊട്ടടുത്ത നിമിഷം തന്റെ അരയിൽ സുരക്ഷിതമായി ടക്ക് ചെയ്തിരുന്ന ഹാൻഡ് ഗ്രനേഡുകൾ എടുത്ത് പിന്നൂരി വിചിത്ര രൂപികൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഭൂമി കിടുങ്ങുമാറ് സ്ഫോടനമുണ്ടായി. ക്ഷേത്രനടയിലെ മണ്ണും പാറക്കഷ്ണങ്ങളും ആകാശത്തേക്ക് ഉയർന്നു. ശ്രീജിത്തിനെയും സംഘത്തെയും തടഞ്ഞ മലയരയക്കൂട്ടം സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിലത്തേക്ക് തെറിച്ചു വീണു. പുകയും പൊടിപടലങ്ങളും അടങ്ങി. കാഴ്ച തെളിഞ്ഞു. വിചിത്ര രൂപികൾ സ്ഫോടനത്തിൽ നശിച്ചുവെന്ന് കരുതി ക്രാംനിക്കും കൂട്ടരും അലറിച്ചിരിക്കാൻ തുടങ്ങി. തറയിൽ വീണുകിടക്കുന്ന വിചിത്ര രൂപികൾക്കടുത്തേക്ക് അവർ നടന്നെടുത്തു. അവർ അവയുടെ അടുത്തെത്തിയതും അവയുടെ ശരീരം സ്വർണം പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. നിമിഷാർദ്ധം കൊണ്ട് തറയിൽ നിന്നും അവർ ചാടി എണീറ്റു. വിചിത്ര രൂപികളിൽ ഒരുവൻ കൈകൾ നെഞ്ചിൽ പിണച്ചു വച്ചതിനു ശേഷം ശക്തിയായി കൈകൾ രണ്ടും ഇരുവശത്തേക്ക് സ്വതന്ത്രമാക്കി. അപ്പോൾ അതിന്റെ നെഞ്ചിന്റെ നടുഭാഗത്തായി പ്രകാശത്തിന്റെ ഒരു വളയം പ്രത്യക്ഷമാവുകയും അതിൽ നിന്നും തീവ്രതയേറിയ പ്രകാശരശ്മികൾ സമീപത്ത് നിന്നിരുന്ന ക്രാംനിക്കിന്റെ സംഘത്തിലുണ്ടായിരുന്ന 2 പേരുടെ ദേഹത്ത് പതിക്കുകയും ചെയ്തു. ആ 2 പേരുടെയും ശരീരങ്ങൾ 2-3 ഭാഗങ്ങളായി പിളർന്ന് നിലത്തു പതിച്ചു. വിചിത്ര രൂപികളിൽ രണ്ടാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ക്രാംനിക്കിന്റെ നേരെ ചൂണ്ടി. ഒരു ഹുങ്കാര ശബ്ദത്തോടൊപ്പം ക്രാംനിക്കിന്റെ ശരീരവും കഷണങ്ങളായി ചിതറി. അതോടുകൂടി ശ്രീജിത്തും പ്രൊഫസറും പിന്തിരിഞ്ഞോടി. എന്നാൽ പ്രൊഫസറുടെ ദേഹത്ത് പ്രകാശം പതിപ്പിച്ച് അയാളെയും അവർ വകവരുത്തി. ഇതിനിടയിൽ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ധൈര്യവും ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ആരോഗ്യവും കാലുകളിലേക്ക് ആവാഹിച്ച് ശ്രീജിത്ത് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി. മുന്നിൽ ഉറഞ്ഞുകൂടിയ ഇരുട്ട് വകവയ്ക്കാതെ ശ്രീജിത്ത് അറോല ക്ഷേത്രത്തിന്റെ വീതി കുറഞ്ഞ ഇടനാഴിയിലൂടെ ഓടി. ഏതു നിമിഷവും താൻ ഒരു പിടി ചാമ്പലായി ഈ വായുവിൽ അലിഞ്ഞു ചേരാം. ഇടനാഴിയുടെ അവസാനം ഒരു ചുവരിൽ തട്ടി അവൻ തറയിൽ വീണു. പതുക്കെ അവിടെ നിന്നും എണീറ്റ ശ്രീജിത്ത് ശബ്ദമുണ്ടാക്കാതെ ചുവരിൽ കൈകൾ കൊണ്ട് പരതി. പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അകത്തുള്ള മുറിയിലേക്ക് കയറാനോ ഉള്ള വാതിലുണ്ടോ എന്നവൻ നോക്കി. പെട്ടെന്ന് അവന്റെ കൈകൾ ചുവരിൽ ഘടിപ്പിച്ചിട്ടുള്ള വളയം പോലെ എന്തിലോ തട്ടി. അവൻ 2 കൈകളും കൊണ്ട് ശക്തിയായി അത് പിടിച്ചു തിരിച്ചു. പൊടുന്നനെ ചുവരിന്റെ ഒരു ഭാഗത്തു നിന്നും ശ്രീജിത്തിന്റെ ശരീരത്തിലേക്ക് പ്രകാശം വന്ന് പൊതിഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ മുങ്ങി നിന്ന ശ്രീജിത്തിന്റെ മുന്നിലുള്ള ചുവരിലെ ഭാഗം ചെറിയ ഇരുമ്പലോടെ നിരങ്ങി മാറി. പ്രാണരക്ഷാർത്ഥം അവൻ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ
പുറകിലെ വാതിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. അകത്തെ അരണ്ട വെളിച്ചത്തിൽ താഴേക്കുള്ള പടവുകൾ ശ്രീജിത്ത് കണ്ടു. അവൻ താഴേക്കിറങ്ങി. 18 പടികൾ. ഏതോ മായാലോകത്തെത്തിപ്പെട്ടവനെ പോലെ അവൻ ചുറ്റും നോക്കി. വിചിത്രങ്ങളായ രൂപങ്ങൾ വരച്ച ചുവരുകൾ. മുറിയിൽ അപ്പോഴുണ്ടായിരുന്ന അരണ്ട വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അവൻ ആ മുറി ആകമാനം നടന്ന് ഓരോ ഭാഗങ്ങളും നിരീക്ഷിച്ചു. പുറം ലോകത്തിന് എന്നും അത്ഭുതമായിരിക്കുന്ന കാന്തമല ക്ഷേത്രമെന്ന പ്രഹേളികയുടെ ഉള്ളിലാണ് താനെന്ന തിരിച്ചറിവ് അവനെ ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും സന്തോഷിപ്പിച്ചു. മുറിയിലെ പ്രകാശത്തിന് കാരണം സ്വയം തിളങ്ങുന്ന ചുവരുകളാണെന്നവൻ വൈകാതെ കണ്ടെത്തി. മുറിയുടെ ഒത്തനടുക്കായി സ്ഥിതി ചെയ്യുന്ന ദീർഘചതുരാകൃതിയിലുള്ള ഒരു ടാങ്ക് പോലെ തോന്നിക്കുന്ന നിർമ്മിതിയുടെ സമീപത്തേക്ക് ശ്രീജിത്ത് വന്നു നിന്നു. ആ നിർമ്മിതിയുടെ ഒരു ഭാഗത്ത് തിളങ്ങുന്ന പച്ചനിറമുള്ള ഒരു കല്ലിൽ അവന്റെ ശ്രദ്ധ പതിഞ്ഞു. അവൻ പതുക്കെ ആ കല്ലിൽ വിരലമർത്തി. കല്ലിന്റെ നടുക്കായി സൂചി പോലെ കൂർത്തിരിക്കുന്ന ഭാഗത്ത് വിരലമർന്നപ്പോൾ ചെറിയൊരു മുറിവുണ്ടാവുകയും അതിൽ നിന്ന് 2 തുള്ളി രക്തം കല്ലിൽ പതിയുകയും ചെയ്തു. പൊടുന്നനെ ടാങ്കിൽ നിന്നും ഇരമ്പൽ ശബ്ദം മുറിയിലാകെ നിറഞ്ഞു. ശ്രീജിത്ത് തന്റെ കൈ പിൻവലിച്ച് ചുറ്റും നോക്കി. നിമിഷങ്ങൾക്കകം ശബ്ദം നിലയ്ക്കുകയും ടാങ്കിന്റെ മേൽമൂടി തുറക്കുകയും ചെയ്തു. ടാങ്കിന്റെ ഉള്ളിൽ നിന്നും തിളങ്ങുന്ന പച്ചനിറത്തിലുള്ള വിരകൾ പോലെ തോന്നിക്കുന്ന ഒരു അജ്ഞാത വസ്തു ശ്രീജിത്തിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ഒരു ഊർജപ്രവാഹം തന്റെ ശരീരത്തിൽ വന്ന് നിറയുന്നത് പോലെ അവന് തോന്നി. ഓരോ കോശങ്ങളും ഉത്തേജിക്കപ്പെടുന്നത് അവൻ അറിഞ്ഞു. ടാങ്കിൽ നിന്നും കൂടുതൽ വിരകൾ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. അവന്റെ ശരീരം സ്വർണ്ണ നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ശാസ്ത്രകഥകളിലും സിനിമകളിലും മാത്രം കണ്ടിരുന്ന അന്യഗ്രഹ ജീവിവർഗത്തിന്റെ ഒരു വകഭേദമാണ് തന്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച വിരകളെന്ന് ശ്രീജിത്തിന് മനസ്സിലായി. എക്സ്ട്രാ ടെറസ്ട്രിയൽ സിംബയോട്ടിക് ഓർഗാനിസം. മുൻപെന്നോ കണ്ട വെനം എന്ന ഹോളിവുഡ് ചിത്രത്തിലെ രംഗങ്ങൾ അവന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. തലയ്ക്ക് വല്ലാതെ കനം കൂടുന്നതായും കാഴ്ച മങ്ങുന്നതായും അവൻ തിരിച്ചറിഞ്ഞു. പതുക്കെ അവൻ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന അരണ്ട വെളിച്ചവും നശിച്ചു. പൂർണ്ണമായും ഇരുട്ടായി. ഗാഠമായ നിദ്രയിലേക്ക് ശ്രീജിത്ത് വഴുതി വീണു. എന്നാൽ അപ്പോഴും ഉണർന്നിരുന്ന ഉപബോധ മനസ്സിൽ അവൻ സ്വപ്നത്തിലെന്ന പോലെ മായക്കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. ശ്രീജിത്തിന്റെ ശരീരം അവൻ നിൽക്കുന്ന മുറിയിൽ നിന്നും അറോല ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന മുകളിലേക്ക്. ശൂന്യാകാശത്തു നിന്നും നീലഗ്രഹമായ ഭൂമിയെ വിസ്മയത്തോടെ അവൻ നോക്കി നിന്നു. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്ന മനോഹര കാഴ്ച. രാത്രിയും പകലും മാറി മാറി ഉണ്ടാകുന്നതിന്റെ ആവൃത്തി കൂടിക്കൂടി വന്നു. അവന്റെ കൺമുന്നിൽ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗം കൂടി. തൊട്ടടുത്ത നിമിഷം അവൻ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചതും അവന് ചുറ്റും പല വർണ്ണങ്ങളിലുള്ള പ്രകാശരശ്മികൾ തെളിഞ്ഞു. അവനും പ്രകാശരശ്മികൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. അത്രയും നേരം വളരെ വേഗത്തിൽ അവനെ കടന്നുപോയ രശ്മികൾ ഇപ്പോൾ വളരെ സാവധാനത്തിൽ അവനെ അനുഗമിക്കുന്നു. ശ്രീജിത്ത് ഇപ്പോൾ പ്രകാശത്തിനേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അവന്റെ കൺമുന്നിൽ അവൻ ഇതുവരെ കടന്നുപോയ തന്റെ ജീവിതാനുഭവങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങി. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് അറോല ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന സംഭവം മുതൽ ബാല്യത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടതും അതിനു മുൻപ് കൈക്കുഞ്ഞായി അമ്മയുടെ കൈകളിൽ വെച്ച് അച്ഛനവനെ കൊഞ്ചിക്കുന്നതും അതിനു മുൻപ് അമ്മയുടെ ഉദരത്തിനകത്ത് ഭ്രൂണാവസ്ഥയിൽ വളർച്ചയുടെ ഓരോ ഘട്ടവും എത്തുന്നതുവരെയുള്ള ഓർമ്മകൾ. തുടർന്ന് ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങളുടെ നാശം വരെയുള്ള നാൾവഴികൾ ചിത്രങ്ങളായി ഓർമ്മകളുടെ രൂപത്തിൽ അവന്റെ തലച്ചോറിൽ രേഖപ്പെടുത്തപ്പെട്ടു. പൊടുന്നനെ അവനു ചുറ്റും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ആകാശം തെളിഞ്ഞു. ശൂന്യാകാശത്തുകൂടി വീണ്ടും പ്രകാശവേഗതയിൽ അവൻ സഞ്ചരിക്കാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് വേർപെട്ട് സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെയും പിന്തള്ളി അവൻ മുന്നോട്ടു പോയി. ശനിയുടെ വളയങ്ങൾ കടന്ന് ഉപഗ്രഹമായ ടൈറ്റന്റെ സമീപത്തേക്ക് കുതിച്ചു. എന്നാൽ ടൈറ്റന്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഭീമാകാരമായ കുമിള പോലെ തോന്നിക്കുന്ന ഒരു വസ്തുവിലേക്ക് അവൻ ആകർഷിക്കപ്പെട്ടു. അതൊരു വേം ഹോളായിരുന്നു. നിമിഷനേരം കൊണ്ട് അവൻ പ്രപഞ്ചത്തിന്റെ മറുഭാഗത്തുള്ള ഒരു ഗ്രഹത്തിലെത്തപ്പെട്ടു. ഭൂമിയുടെ അന്തരീക്ഷത്തോടും ചുറ്റുപാടുകളോടും സാദൃശ്യം തോന്നിക്കുന്ന ഒരു ഗ്രഹം. ശ്രീജിത്തിന്റെ കാഴ്ച മറച്ചുകൊണ്ട് അവനു ചുറ്റും ശക്തമായ പൊടിക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കുറച്ചു മിനിറ്റുകൾ നീണ്ടുനിന്ന പൊടിക്കാറ്റ് ശമിച്ചപ്പോൾ അവൻ ചുറ്റും നോക്കി. ദൂരെ നിന്നും 2 രൂപങ്ങൾ തന്റെ നേർക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയ ശ്രീജിത്ത് ഞെട്ടലോടെ ആ സത്യം
തിരിച്ചറിഞ്ഞു. അറോല ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വന്ന അതേ രൂപങ്ങൾ പെട്ടെന്ന് അവന് ശ്വാസം മുട്ടുന്നതുപോലെ അനുഭവപ്പെട്ടു. അവൻ വളരെ പ്രയാസപ്പെട്ട് ശ്വാസം വലിച്ചെടുത്തു. ഒരു ഞെട്ടലോടെ ശ്രീജിത്ത് കണ്ണുകൾ വലിച്ചു തുറന്നു. അവന്റെ ശരീരം അപ്പോഴും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവന്റെ ശരീരത്തിന്റെ തിളക്കം അവസാനിച്ചു. തന്റെ ശരീരത്തിനും മനസ്സിനുമുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു. അവരും മനുഷ്യരും തമ്മിലുള്ള പാലമാണ് താനെന്നുള്ള തിരിച്ചറിവ് ശ്രീജിത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു. മഹാത്ഭുതങ്ങളുടെ കാവൽക്കാരൻ, ഈ ഭൂമിയിൽ അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ, ആരെയൊക്കെ ഈ രഹസ്യത്തിന്റെ കാവൽക്കാരാക്കാമെന്ന് ഇനി തനിക്ക് തീരുമാനിക്കാം. തിന്മയുടെ ചെറുകണിക പോലും ഇനി തന്റെ ചിന്തകളിൽ വന്നുകൂടാ. തീരുമാനങ്ങളെല്ലാം അത്ര കണ്ട് സൂക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി മുതൽ താൻ സാധാരണ മനുഷ്യനല്ല. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് സഹായകമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട യാത്രികരിൽ ഒരാളാണെന്ന സത്യം അവനിൽ ധ്യാനപൂർണമായ ഒരു അവസ്ഥാവിശേഷമുണ്ടാക്കി. അവൻ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. അവന്റെ ഉള്ളിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. അവൻ കണ്ണുകൾ തുറന്ന് പതുക്കെ മുന്നിലുള്ള ടാങ്കിലേക്കിറങ്ങി. തിളങ്ങുന്ന പച്ചനിറത്തിലുള്ള വെള്ളത്തിലേക്ക് മുങ്ങി. നിമിഷങ്ങൾക്കകം അവൻ ടാങ്കിന്റെ അടിഭാഗത്തെത്തി. അവിടെയുള്ള വെള്ളത്തിൽ അവൻ സ്വന്തം പ്രതിബിംബം കണ്ടു. ടാങ്കിന്റെ മറുവശം തേടി വീണ്ടും മുന്നിലേക്ക് തന്നെ അവൻ കൈകൾ കൊണ്ട് തുഴഞ്ഞു. എന്നാൽ താഴേക്ക് പോകുന്നതിന് പകരം അവന്റെ ചലനം മുകളിലേക്കായിരുന്നു. മുകളിലെത്തി ടാങ്കിന്റെ കൈവരിയിൽ പിടിച്ച് പുറത്തിറങ്ങി. എന്നാൽ ആ സ്ഥലം കാന്തമല ക്ഷേത്രമല്ലായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ ശ്രീജിത്ത് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്നും കൃത്യം 18 പടികൾ കയറി പുറത്തേക്ക് നടന്നു. ചുറ്റും ചുട്ടുപഴുത്ത മരുഭൂമിയുടെ വരണ്ട ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്നുണ്ട്. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ശ്രീജിത്ത് താൻ എത്തിപ്പെട്ട സ്ഥാനവും കാലവും കണക്കാക്കുകയായിരുന്നു. BC 1352, ഈജിപ്തിലെ അമർന. അതെ, ഇനി മുതൽ താൻ സമയത്തിനും സ്ഥാനത്തിനും അതീതനാണ്. മരണമില്ലാത്തവൻ, ഭാവിയും ഭൂതവും ഒരുപോലെ അറിയുന്നവൻ, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവൻ, ഈശ്വരൻ. ഇന്ന് അമർനയിൽ വസന്തോത്സവമാണ്. ഈജിപ്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെടാൻ പോകുന്ന ദിവസം. ഭരണത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയും പ്രണയത്തിനു വേണ്ടിയുള്ള പോരാട്ടവും തുടങ്ങാൻ പോകുന്ന ദിനം. എല്ലാത്തിനു മുൻപ് തനിക്കൊരാളെ കാണാനുണ്ട്. നൈലിന്റെ പുത്രി, തിന്മയ്ക്കെതിരെ വാളേന്തി മരണം വരെ പോരാടാൻ ഉറച്ച ധീര. നാളത്തെ ലോകം ഒരേ സ്വരത്തിൽ വാഴ്ത്തിപ്പാടുന്ന ഈജിപ്തിന്റെ എല്ലാമെല്ലാമായ നെഫ്രിതീതിയെ. രാജകൊട്ടാരത്തിൽ നടക്കാൻ പോകുന്ന ചതിയെപ്പറ്റി വ്യക്തമായ സൂചന അവൾക്ക് നൽകണം. അതുകഴിഞ്ഞ് ഇന്നു രാത്രി മൈലുകൾക്കപ്പുറത്ത് ഒറിക്സിയ എന്ന ഗ്രാമത്തിൽ വെച്ച് അമോൻ ദേവനാൽ വെറുക്കപ്പെട്ട അമിൻഹോട്ടെപ് 4 എന്ന അഖിനാഥനെയും കാണണം. ഇനിയുള്ള കുറച്ചു നാളുകൾ താൻ ഇവിടെയായിരിക്കും. ഈജിപ്തിന്റെ ചരിത്രമിതാ ഈ നിമിഷം മുതൽ പുതുതായി രചിക്കാൻ പോവുകയാണ്. ശ്രീജിത്ത് മരുഭൂമിയിലൂടെ നടക്കുവാൻ തുടങ്ങി. ഒട്ടകങ്ങൾ നടന്ന വഴി ഒരുവിധം തെളിഞ്ഞു കാണാമായിരുന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം ശ്രീജിത്ത് മെല്ലെ തിരിഞ്ഞു നോക്കി. അറോലക്കാട്ടിലെ ക്ഷേത്രത്തിന്റെ അതേ രൂപത്തിൽ മരുഭൂമിയിലെ മണൽക്കൂനകൾക്കിടയിൽ മറ്റൊരു ക്ഷേത്രം.